തൃപ്പൂണിത്തുറയിൽ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ച് പുസ്തകം വിൽപ്പന നടത്തിയെന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. മധ്യപ്രദേശ് സ്വദേശി ദിനേശ് കർ, ഉത്തർപ്രദേശ് സ്വദേശി ബുലായ് റാം വർമ്മ, ബീഹാർ സ്വദേശി ശങ്കർ കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത്. മതസൗഹാർദ്ദം തകർക്കുക ഉൾപ്പെടെയുള്ള വകുപ്പുകളിലാണ് കേസ്. ജിഷിലേക്ക് എത്താം. തൃപ്പൂണിത്തുറയിലാണ് ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ച് പുസ്തകം വിൽപ്പന നടത്തിയെന്ന കേസിൽ 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ജിജീഷ് ചേരുന്നു. ജിജീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? തിങ്കളാഴ്ചയാണ് രോഹിണി ഇത്തരത്തിലുള്ള ഒരു പുസ്തക വിൽപ്പന നടത്തിയത്. തുടർന്ന് ഇത് കണ്ട ചില ആളുകൾ അതിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ നൽകുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായും വിവിധ വകുപ്പുകൾ, ഭാരതീയ ന്യായ സംഹിതയിലെ 299, 353, 2, 3, 5 വകുപ്പുകളാണ് കേസെടുത്തിരിക്കുന്നത്. ജ്ഞാനഗംഗ എന്ന പേരിലുള്ള പുസ്തകമാണ് വിൽപ്പന നടത്തിയത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിനടുത്തുള്ള പാർക്കിംഗ് മൈതാനത്തിലായിരുന്നു പുസ്തക വിൽപ്പന നടന്നത്. ഏതാണ്ട് 400-ലധികം രൂപ പ്രിന്റിംഗ് ചെലവ് മാത്രം വരുന്ന പുസ്തകമാണ് 10 രൂപയ്ക്ക് വിറ്റത്. അതിൽ നിന്ന് തന്നെ ചില ആശയ പ്രചരണങ്ങൾ എന്നതിനപ്പുറം മതസൗഹാർദ്ദം തകർക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി നടത്തുക എന്നത് തന്നെയായിരുന്നു പ്രതികൾ ഉദ്ദേശിച്ചിരുന്നത് എന്ന് വ്യക്തമാണ്. അങ്ങനെ ആ വലിയ കൂടുതൽ പേജുകളുള്ള, നിരവധി പേജുകളുള്ള പുസ്തകം കുറഞ്ഞ വിലയ്ക്ക് വിറ്റുകൊണ്ട് തങ്ങളുടെ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മതസൗഹാർദ്ദം തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെയുള്ള മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം ഈ പുസ്തകം പിടിച്ചെടുത്തത്. തൃപ്പൂണിത്തുറ സ്വദേശിയായ ദിലീപ് ജി മേനോനാണ് പരാതി നൽകിയത്. ദിലീപ് ജി മേനോന്റെ പരാതിയിലാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന് മതസൗഹാർദ്ദം തകർക്കുക, സമുദായങ്ങളെയും വ്യക്തികളെയും തമ്മിൽ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തുകയുള്ളത്. കൂടുതൽ വിശദമായ ഒരു അന്വേഷണം, ഇതിന് പിന്നിൽ ആരാണ്, മറ്റു സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പുസ്തക വിൽപ്പനയുമായി ആളുകൾ എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് എത്തിയ ആളുകളാണ്. ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലായി മധ്യപ്രദേശ് സ്വദേശിയുണ്ട്, ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സ്വദേശിയുണ്ട്, ബീഹാർ സ്വദേശിയുണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ നിന്ന് വന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഏർപ്പെടുന്നതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെയുള്ള ഒരു പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഹിന്ദു ദൈവങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും പരാമർശിക്കുകയും എല്ലാം ചെയ്യുന്ന ഉള്ളടക്കങ്ങളായിരുന്നു ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. ഈ പുസ്തകം ഇത്ര ചെറിയ വിലയ്ക്ക് വിറ്റത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഇതിന്റെ ഉള്ളടക്കം എന്താണ് എന്നുകൂടി ആളുകൾ ആ ഭാഗത്തുള്ള വിശ്വാസികൾ പരിശോധിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ക്ഷേത്ര പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഈ ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്ന പുസ്തകങ്ങൾ മനഃപൂർവ്വം വിൽപ്പന നടത്താൻ എത്തിയിരുന്നത്. അങ്ങനെയാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ ഇവരെത്തിയത്. ഈ ഉള്ളടക്കം പരിശോധിച്ചപ്പോൾ അതിൽ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായ പരാമർശങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പല കാര്യങ്ങളിലും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. തുടർന്ന് പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ കൈവശം പിന്നെയും വിൽപ്പന നടത്തുന്നത് കണ്ടെത്തുകയും കൈവശം നിന്ന് പുസ്തകങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇപ്പോഴും തുടരുകയാണ്. ധോണി, ശരി. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.